ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഏറ്റവും ഗ്രോയിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏറ്റവും ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻറ്റ്സും ആവശ്യമാണ്. സ്റ്റുഡൻറ്റ് ഫ്രഷായിട്ട് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കലും ഈ തിയറിയും പ്രാക്ടിക്കലായിട്ട് എൻ്റയർലി ഡിഫറെൻറ്റാണ്. ചെയ്തുകൊണ്ടിരുന്ന ജോബ് ക്വിറ്റ് ചെയ്ത് MEPയുടെ ഒരു കോഴ്സ് ചെയ്യാനായിട്ടാണ് പോയത്. ആ സമയത്ത് കേരളത്തിലൊന്നും കോഴ്സില്ല, ഡൽഹിയിലെ കോഴ്സുള്ളൂ. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്സ്കില്ലിംഗ് കോഴ്സിലൂടെ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് MEP ഇൻഡസ്ട്രിയിലോട്ട് ഒരു പ്രൊഫഷണൽസിന് നല്ല രീതിയിലൊരു കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഫഷനിലോട്ട് നമുക്ക് സ്യൂട്ടബിളായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ചിന്തിക്കുമ്പോൾ ഞാൻ പഴയൊരു കരിയറിൽ നിന്ന് MEPയിലോട്ട് സ്വിച്ച് ചെയ്യാൻ ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. കോഴ്സിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്ത് ആ പ്രൊജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമോ അതേ രീതിയിലാണ് കോഴ്സിൻ്റെ ഫ്ലോ തന്നെ. ഫസ്റ്റ് വീക്കിൽ തന്നെ UAEയിലത്തെ വലിയൊരു കമ്പനിയിൽ പ്രൊജക്റ്റ് എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്യാന്ന് പറയുന്നത്, അത് നല്ലൊരു പാക്കേജോട് കൂടിയിട്ട് അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വളരെ ഇമോഷണലി വളരെ ഇതാകുന്നൊരു കാര്യം തന്നെയാണ്. ഹലോ ഓൾ, വെൽക്കം ടു എൻട്രി എലിവേറ്റ്. MEP കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ MEP ഓൺലൈൻ കോഴ്സ് എത്തരത്തിലാണ് ഫങ്ഷൻ ചെയ്യുന്നത്, നിങ്ങൾ MEPയിൽ ആസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്ന് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. സോ നമുക്കിന്ന് നമ്മളൊപ്പം ഉള്ളത് ഒരുപാട് നാളത്തെ MEP പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള രണ്ടുപേരാണ്, ഷൈമോൻ സർ അതേപോലെ തന്നെ സന്തോഷ് സർ. വെൽക്കം ടു പോഡ്കാസ്റ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സർ, ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് MEP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? MEP സ്റ്റാൻഡ്സ് ഫോർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലിവബിൾ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ഷോപ്പിംഗ് മാൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് പ്രൈമറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് സിവിൽ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന മെക്കാനിക്കൽ സർവീസസ് ആയിട്ടുള്ള HVAC. അതിൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ് പോലുള്ള വലിയ ഡിസൈനും ഇൻസ്റ്റലേഷനും വരുന്ന സിസ്റ്റംസ്. അതുകൂടി തന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റംസ്, അതിൽ നമുക്ക് ലൈറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പവർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ പ്ലംബിംഗ് സിസ്റ്റംസ്, പ്ലംബിങ്ങിൽ തന്നെ വാട്ടർ സപ്ലൈ, അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റംസ്. ഇതുപോലുള്ള സർവീസുകളെല്ലാം കൂടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് MEP എന്ന് പറയുന്നത്. നമുക്കറിയാം, ബിൽഡിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഏറ്റവും ഗ്രോയിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏറ്റവും ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലത്തെ ഗ്രോത്തും കരിയർ ഗ്രോത്തും ഓപ്പർച്യൂണിറ്റീസും വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻറ്റ്സ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MEP ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻറ്റ്സും ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എൻട്രി എലിവേറ്റ് MEPയുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ നമ്മുടെ ഓഡിയൻസ് ഒന്ന് കൊടുക്കാമോ? അതേപോലെ തന്നെ ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്തൊരു കാര്യം, ടെക്നോളജീസിൽ വരുന്ന അപ്ഗ്രഡേഷൻ, ഓരോ ദിവസം ഓരോരോ പുതിയ സോഫ്റ്റ്വെയർസ് വരികയാണ്, അല്ലെങ്കിൽ പുതിയ സ്റ്റാൻഡേർഡ്സ് ചിലപ്പം വരുന്നുണ്ടാവും. അപ്പം എത്തരത്തിലാണ് നമ്മുടെ കോഴ്സ് ഇതിനെല്ലാം ആൻസർ ചെയ്യുന്നത്? കാരണം ഒരാളിപ്പോൾ ഒരു ജോലിക്ക് കയറുന്നു, ഇപ്പോൾ പഠിച്ച കാര്യങ്ങളായിരിക്കില്ല ചിലപ്പം നെക്സ്റ്റ് ഡേ വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പീരിയഡിൽ എങ്ങനെയാണ് നമ്മൾ അവരെ ഒരു MEP റെഡി ആയിട്ട് എടുക്കുന്നത്, ഒരു MEP പ്രൊഫഷണലാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ഷൈമൻ സാർ പറഞ്ഞിട്ട് MEP എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക് പ്ലംബിംഗ്, ഇതിനകത്ത് തന്നെ ഒരു വൈഡ് സ്പാനായിട്ടുള്ള ഒരു ഫീൽഡാണ് ബേസിക്കലി. എയർ കണ്ടീഷനിങ് തന്നെ പല ടൈപ്പുകളുള്ള എയർ കണ്ടീഷൻ ഉണ്ട്. ഡയറക്റ്റ് എക്സ്പാൻഷൻ ഉണ്ട്, ചിൽഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്, VAV സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ ലൈറ്റിംഗ് ഉണ്ട്, എർത്തിങ് ഉണ്ട്, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ ELV സിസ്റ്റം ഉണ്ട്, CCTV, അങ്ങനെ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം,
അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ പല സിസ്റ്റങ്ങളുണ്ട് ബേസിക്കായിട്ട്. അപ്പോൾ ഇത് വാസ്റ്റ് ഫീൽഡാണ് ബേസിക്കലി. നമ്മൾ എൻജിനീയറിംഗ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഫ്രഷായിട്ട് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കലും ഈ തിയറിയും പ്രാക്ടിക്കലുമായിട്ട് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. നമ്മളൊരു ഒരു 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 കരിക്കുലത്തിനകത്തൊരു ഒരു ചെറിയ പോർഷൻ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ നമ്മൾ സൈറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അത് പ്രാക്ടിക്കലായിട്ടുള്ള നോളജ്. അപ്പം അങ്ങനെ ആവുന്നുണ്ടേ നമ്മൾ ഈ കരിക്കുലത്തിൽ പഠിച്ചത് മാത്രമല്ല, നമ്മൾ ഈ ഫീൽഡായിട്ടുള്ളത് നമ്മൾ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും വന്നിരിക്കുന്നു. മനസ്സിലായതേ? അതുകൊണ്ടാണ് നമ്മൾ ഈ അപ് സ്കില്ലിങ് എന്നുള്ള ഇത്ര അതിൻ്റെ പ്രിയോറിറ്റി ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒരു പക്ഷെ നമ്മൾ ഈ MEP എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കരിക്കുലത്തിൽ ഡയറക്റ്റ്ലി വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് MEPയെ കുറിച്ച് അറിയുന്നത് എപ്പോഴായിരിക്കും സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ? ഇപ്പോൾ നമ്മൾക്കിപ്പോൾ എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ട്, എൻജിനീയറിംഗ് ഡിപ്ലോമ ഉണ്ട്. അതാണല്ലോ എൻജിനീയറിംഗിൻ്റെ ബേസിക് ആയിട്ടുള്ള 2 കോഴ്സുകൾ. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കരിക്കുലം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിപ്പോൾ മെക്കാനിക്കലായാലും ഇലക്ട്രിക്കലായാലും ഈ 2 സ്ട്രീമിൽ നിന്നാണ് MEPയിൽ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഫീൽഡിൻ്റെയും കോറായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഈ BTechോ അല്ലെങ്കിൽ ഡിപ്ലോമയോ എൻജിനീയറിംഗ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നില്ല. അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമാണ് കവർ ചെയ്ത് പോകുന്നത്. അതേസമയം നമ്മളൊരു റിയൽ ഇൻഡസ്ട്രിയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോർ ടെക്നിക്കലായിട്ടുള്ള ഡിസൈനും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റ് വർക്കും സൂപ്പർവിഷനും അല്ലെങ്കിൽ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സിലൂടെ, അതും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്സ്കില്ലിംഗ് കോഴ്സിലൂടെ മാത്രമേ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് MEP ഇൻഡസ്ട്രിയിലോട്ട് ഒരു പ്രൊഫഷണൽസിന് നല്ല രീതിയിലൊരു കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? റഹ്മാൻ സാറ് പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ കരിക്കുലത്ത് പഠിക്കുന്നതിനെ ബേസിക്കലി ഇപ്പോൾ ഒരു 8 സെമസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു സെമസ്റ്ററിൽ ചിലപ്പം എയർ കണ്ടീഷനിങ് കാണുവാണെങ്കിലും അത് തിയറിറ്റിക്കലായിട്ട് ഇത് പോകുന്നത് പറഞ്ഞ് അതിനകത്ത് പഠിച്ച് പോകുന്നതേ ഉള്ളൂ. കാരണം ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ HVAC MEP മാത്രമല്ല വേറെ പല ഫീൽഡ്, പവർ പ്ലാന്റ് ഉണ്ട്, തെർമൽ പവർ, അങ്ങനെ പല ഫീൽഡുകളുണ്ട്. അപ്പോൾ ഒരു സെമസ്റ്റർ മുതൽ 8 സെമസ്റ്റർ വരെ ആ വാസ്റ്റായിട്ടുള്ളൊരു ഫീൽഡോട്ടാണ്. പക്ഷെ നമുക്ക് ആക്ച്വലായിട്ട് നമുക്ക് ഒരു ഫീൽഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ MEPയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് വേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂട്ട് അപ്സ്കില്ലിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഫഷനിലോട്ട് നമുക്ക് സ്യൂട്ടബിളായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അത് അതേപോലെ തന്നെ ഇതുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുന്നത്, നിങ്ങൾ രണ്ടുപേരും MEPയെ കുറിച്ച് അറിയുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായത്? ഏത് ടൈമിലാണ് അതിൻ്റെ ആ ഒരു ഓപ്പണിങ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? ഞാൻ ആക്ച്വലി എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പ്ലേസ്ഡായി. അത് വേറെ ഇൻഡസ്ട്രിയിലാണ് പ്ലേസ്ഡ് ആകുന്നത്. ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ MEP ഫീൽഡിന് അതിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കരിയറിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലാണ് MEP എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഇങ്ങനെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നല്ല അറിയണം. അതിന് മുമ്പ് വരെയും നമ്മൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സിവിൽ വർക്ക് എന്നുള്ളൊരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അതേ സമയത്ത് തന്നെ ഈ MEP ഇൻഡസ്ട്രി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ കൂടെ തന്നെ വളരെ വലിയ രീതിയിലോട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയായിരുന്നു. കുറേ പ്രൊജക്റ്റുകൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ആയാലും കുറേ പ്രൊജക്റ്റ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കുകയും അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ഇൻഡസ്ട്രിയിൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചറിലോട്ടും നമ്മുടെ കരിയർ വളരെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും പറ്റുന്നൊരു മേഖലയാണ് MEP എന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ ഞാൻ ചെയ്തത് ചെയ്തുകൊണ്ടിരുന്ന ജോബ് ക്വിറ്റ് ചെയ്ത് MEPയുടെ ഒരു കോഴ്സ് ചെയ്യാനായിട്ടാണ് പോയത്. ആ സമയത്ത് കേരളത്തിലൊന്നും കോഴ്സില്ല, ഡൽഹിയിലെ കോഴ്സുള്ളൂ. ഡൽഹിയിൽ പോയി കോഴ്സ് ചെയ്ത്, പക്ഷെ അന്നത്തെ കോഴ്സൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു
ടോപ്പിക് മാത്രമൊക്കെയാണ് ആ കോഴ്സുകളിലേക്ക്. പക്ഷേ അതിനുശേഷം കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ MEP ഇൻഡസ്ട്രിയിലോട്ട് പോവുകയും കരിയർ വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവുകയും ചെയ്യാണ് ചെയ്തത്. ആ ഒരു ഡിസിഷൻ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ ആ പഴയൊരു കരിയറിൽ നിന്ന് MEPയിലോട്ട് സ്വിച്ച് ചെയ്യാൻ ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരുന്നു. സാറിന് ഞാൻ 1987 ആ പീരീഡിലാണ് അപ്പം ഞാൻ 87 പാസ്സായത്. ആ സമയത്ത് ഇപ്പം കാണുന്നത് പോലെ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബേസിക്കലി ഇല്ല. അപ്സ്കില്ലിംഗ് കോഴ്സുകൾ അന്ന് ആ ഫോഴ്സ് ഇല്ല, മനസ്സിലായിരുന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ജോലി സാധാരണ പ്രിഫർ ചെയ്യുന്ന കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും ബോംബെയിലോട്ട് പോകും. അതുപോലെ തന്നെ ഞാനും ആ സമയത്ത് ബോംബെയിലോട്ട് പോയി. എന്നിട്ട് അവിടെ ഒരു പ്രോസസ് എക്യുപ്മെൻ്റ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ആ കമ്പനിയിൽ അത് പ്രോസസ് ഇൻഡസ്ട്രിയിൽ ഇപ്പം പെയിൻറ്റും അതുപോലെ റോട്ടോകോൺ റിയാക്ടർ അങ്ങനെയൊക്കെയുള്ള മാനുഫാക്ചറിങ് ഫാബ്രിക്കേഷൻ കമ്പനിയായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞാണ് എനിക്ക് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ തൊട്ട് വെളിയിലോട്ട് പോകണമെന്നുള്ളത്. കാരണം അതിന് ലിമിറ്റേഷൻ, നമുക്ക് കിട്ടുന്ന ഇൻകവും ബാക്കിയുള്ള എല്ലാം മോണിറ്ററി ആയിട്ടെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ടേ. എല്ലാം അഡ്വർടൈസ്മെൻറ്റ് കാണാം, HVAC എഞ്ചിനീയർ. അപ്പോൾ എന്താ HVAC എഞ്ചിനീയർ എന്നുള്ള അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. കാരണം ഓപ്പണിങ്സ് അത്രയും അഡ്വർടൈസ്മെൻ്റ് അന്ന് ഏജൻസികളുണ്ട്, ഓപ്പണിങ്സ് ഉണ്ട്. ഇപ്പോൾ HVAC എഞ്ചിനീയർ. അപ്പോൾ അങ്ങനെ എനിക്ക് മിഡിൽ ഈസ്റ്റിൽ, അതായത് സൗദിയിലൊരു ചാൻസ് കിട്ടി. അങ്ങനെ സൗദിയിൽ ആദ്യമായിട്ട് പോയിട്ട് എന്നിട്ടാണ് ഈ MEP ഫീൽഡിലോട്ട് ചെയ്തത്. അന്ന് അതൊരു ചെറിയ കമ്പനിയായിരുന്നു ബേസിക്കലി. ഈ വില്ലാസും അതുമൊക്കെ എയർ കണ്ടീഷൻ ചെയ്യുന്ന കമ്പനി, കോൺട്രാക്ടിങ് വർക്ക്. അവിടെ നിന്ന് ഞാൻ പിന്നെ സൗദിയിൽ ഒരു 4 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എനിക്ക് ഞാൻ ബോസ്വാനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോസ്വാനെ അത് കഴിഞ്ഞിട്ടൊരു 10 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി ദൂരെ കൂടുതൽ വേറെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് മിഡിൽ ഈസ്റ്റ് ബഹറിലോട്ട് ഞാൻ സ്വിച്ച് ഓവർ ചെയ്തു. അങ്ങനെ ബഹറിൽ ഞാനൊരു 10 വർഷം ഉണ്ടായി. ഈ എല്ലാ സമയത്തും ഞാൻ MEP ഫീൽഡായിരുന്നു. പിന്നെ പല ഈവൻ പ്രോജക്റ്റ് എഞ്ചിനീയർ, സൈറ്റ് എഞ്ചിനീയർ, പ്രോജക്റ്റ് മാനേജർ, എസ്റ്റിമേഷൻ മാനേജർ, ടെൻഡറിങ് മാനേജർ, അങ്ങനെ പല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് എന്ന് പറയുന്നത് നല്ല വൈഡ് നല്ല സ്പാനുള്ള വൈഡ് ഗ്രോത്ത് ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള അത്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കേസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ഒക്കെ തന്നെ നല്ല എക്സ്പാൻഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫീൽഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ഒരു ഫീൽഡ് മാത്രം, നമ്മൾ കോൺട്രാക്ടിങ് ഫീൽഡ് മാത്രമേ ഉള്ളത്. ഇവിടെ കൺസൾട്ടൻറ്റ് വരുന്നുണ്ട്, പിന്നെ കോൺട്രാക്ടേഴ്സ്, സെയിൽസ് ഫീൽഡ്, ഓപ്പറേഷൻ ഫെസിലിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെ വലിയ ഈ MEP പഠിച്ചു കഴിഞ്ഞാൽ വലിയ വാസ്റ്റായിട്ടുള്ളൊരു നമുക്കൊരു ഓപ്പണിംഗ് ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അഡ്വാൻറ്റേജ്. നമുക്ക് കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പം നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഡിസൈൻസ് ഇതാണോ അല്ലെങ്കിൽ സൈറ്റിലാണോ അതിൻ്റേതായിട്ടുള്ള പ്രോസും കോൺസും ഒക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അഭിരുചിക്കുള്ള ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രോത്ത് ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ആ ടൈം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അപ്സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് വരണം, നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് ഞാൻ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ സാർ, ഇപ്പം നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ടാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ സാറ് ഓഫ്ലൈനായിട്ടാണ് ഡൽഹി പോയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. സോ നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് എന്താ പറയുക സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്? അതായത് ഇപ്പോൾ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളായിട്ടായിരിക്കും ഒരാൾ ജോയിൻ ചെയ്യുന്നത്, അല്ലേ? അതെ. അതായത് എൻ്റെ ഡൗട്ട്സ് ക്ലിയർ ആവുമോ, അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് മാത്രം ക്ലാസ്സസ് ആയിരിക്കുമോ? കാരണം ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം അറിയേണ്ടതായിട്ടുണ്ടാവും. അപ്പം അതിനെങ്ങനെയാണ് നമ്മുടെ കോഴ്സ് ആൻസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് സ്റ്റുഡൻസിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഞാൻ നേരത്തെ സന്തോഷ് സാറ് പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ആൻസർ ചെയ്യുന്നത്. സന്തോഷ് സാറിൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ എൻ്റെ കരിയറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഫേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു, കോഴ്സിന് വേണ്ടിയിട്ട് പോകുന്നതൊക്കെ. അപ്പോൾ നമ്മളുടെ ഒരു കരിയറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുതിയ കാൻഡിഡേറ്റ്സിന്, നമ്മളുടെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ പൊസിഷൻസിൽ ഓപ്പണിങ്സ് വരുന്ന സമയത്ത് നമ്മൾ അതത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോ കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ഓരോ പൊസിഷൻസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് സ്കിൽ സെറ്റും റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾക്ക് അറിയാം, നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്
എന്താ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു കോഴ്സിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്ത് ആ പ്രൊജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമോ അതേ രീതിയിലാണ് കോഴ്സിൻ്റെ ഫ്ലോ തന്നെ. ഓക്കെ. അപ്പോൾ വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ആ കോഴ്സിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള AutoCAD നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സ്ട്രീമിലുള്ളവർക്കും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ളവർക്കും കോമൺ ആയിട്ടുള്ള ടെക്നിക്കൽ സെഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അത് തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ സെഷൻസും ഉണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം കോർ ടെക്നിക്കൽ സെഷനിലോട്ടാണ് കാൻഡിഡേറ്റ്സ് പോകുന്നത്. കോർ ടെക്നിക്കൽ സെഷൻസിൽ മെക്കാനിക്കൽ കോർ ടെക്നിക്കലായിട്ടുള്ള വളരെ പ്രാക്ടിക്കലും അതേപോലെ തന്നെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഒരു സെഷനായിട്ടുള്ള റിവറ്റ് ബിം സെഷനിലോട്ടാണ് പോകുന്നത്. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസൈൻമെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതത് ടോപ്പിക്സുകൾ കഴിയുമ്പോൾ അവർ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടിയിട്ട് അസൈൻമെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു വലിയൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോഴ്സിൻ്റെ എൻഡ് ഓഫ് കോഴ്സിൽ നമ്മൾ ഇവർക്കൊരു ലൈവ് പ്രൊജക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കറൻ്റ്ലി മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഇവരെ കൊണ്ട് കാൻഡിഡേറ്റ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എൻ്റയർ പ്രോസസ്സിലൂടെ അവർ പോകുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് അവർ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു റിയൽ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയർ ടൂൾസ് ആൻഡ് ടെക്നിക്സ് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ബാക്കി തിയറീസ്, കാൽക്കുലേഷൻ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതോടൊപ്പം തന്നെ അസൈൻമെൻറ്റ്സ്, ലൈവ് പ്രൊജക്ട്സ്, ഇതെല്ലാം ചെയ്യുന്നതോടുകൂടി ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഫ്ലോയിൽ തന്നെ ഇവർ കോഴ്സ് കഴിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് അവർക്ക്. ഒരു MEP പ്രൊഫഷണൽ എന്തൊക്കെ ചാലഞ്ചസ് ആണോ ഒരു പ്രൊജക്റ്റിൽ ഫേസ് ചെയ്യുന്നത് അതെല്ലാം മേ ബി ഇവരും ആ ഒരു അതെ ഉറപ്പായിട്ടും ഒരു ലൈവ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ പല സ്ഥലങ്ങളിലും വന്നിട്ട് സ്റ്റക്കായി നിൽക്കും. ബിക്കോസ് റിയൽ പ്രൊജക്റ്റ് അവർ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ അവരെ സൊല്യൂഷൻസ് കൊടുക്കുമ്പോൾ അവർക്കൊരു റിയൽ പ്രൊജക്റ്റിൽ എന്തൊക്കെ ചാലഞ്ചസ് ആണ് വരുന്നത് അതെല്ലാം അവർ എങ്ങനെ റിസോൾവ് ചെയ്യാന്നുള്ളതും കൂടിയും അവർ ട്രെയിനിങ് ചെയ്തിട്ടാണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ സർ, നമ്മളിപ്പം ഡൗട്ട് സോൾവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ കോഴ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്, കറക്റ്റായിട്ട് അതിനുള്ള റെസൊല്യൂഷൻ കിട്ടുമോ, അതിനെക്കുറിച്ചൊരു നമ്മൾ ഈ കോഴ്സ് സൈമൺ സാർ പറഞ്ഞതിൻ്റെ വിട്ട് നമ്മൾ കസ്റ്റം മെയ്ഡ് ടൈപ്പ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. അതെ, ഈ കോഴ്സ് നമ്മൾ ടൈലർ ചെയ്തിരിക്കുന്നത് അത് എല്ലാ റിക്വയർമെൻറ്റ്, എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ കൺസിഡർ ചെയ്താൽ, ഈവൻ നമ്മൾ ബിഗിനിങ്ങിൽ നമ്മൾ ഈവൻ CV റൈറ്റിംഗ്, കാരണം ആൾക്കാർ വിചാരിക്കുമോ CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നുള്ളത്. അല്ല, ഒരു CV എന്ന് കഴിഞ്ഞാൽ ഒരു ഇപ്പം 1000കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിനായിരിക്കും ഒരു CV ഒരു ടേമിൽ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് സ്കില്ല്, നിങ്ങൾ പഠിച്ച എന്തൊക്കെയുണ്ട്, അതിൻ്റെ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. നമ്മൾ ഈവൻ CV റൈറ്റിംഗ് മൂലം നമ്മൾ തുടങ്ങണം, മനസ്സിലായല്ലേ? എന്നിട്ട് ഓരോ ഇദ്ദേഹം നമ്മുടെ സൈമൺ സാർ പറഞ്ഞതിൻ്റെ കൂട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈവൻ നമ്മൾ സൈറ്റ് വിസിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈറ്റ് വിസിറ്റ് ആണ് പഠിച്ചത് മാത്രമല്ല, അവർക്ക് സൈറ്റിൽ കണ്ട് അവർക്ക് ഫെമിലിയറൈസ് ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്, അല്ലാതെ കോമൺ ആയിട്ടുള്ള ലിങ്ക്ഡിൻ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഡൗട്ട് ക്ലിയറൻസിനാണെങ്കിൽ ഇതിനകത്ത് കൂടെ ചോദിക്കാം. പിന്നെ ജോബ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പണിംഗ് ഒക്കെ വരുവാണെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഈവൻ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും വേറെ ഇൻ്റർവ്യൂ പോകുന്നുണ്ടെങ്കിൽ എത്രയോ സ്റ്റുഡൻറ്റുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് എങ്ങനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നുള്ള രീതിയിൽ അതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്കില്ല് എല്ലാ തലത്തിലും അത് അപ്പ് സ്കില്ല് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇത്രയും സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല രീതിയിലുള്ള സക്സസ് റേറ്റാണ്. മറ്റേ വേറെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള, അതുകൊണ്ടാണ് ഇത്രയും അച്ചീവ് ചെയ്യാനുള്ള കാരണം തന്നെ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുക, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നമുക്ക് റിവ്യൂ കിട്ടുമ്പോൾ ആസ് എ മെൻറ്റർ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കാര്യമാണ്. സോ ബേസിക്കലി ഡെയിലി എന്താ പറയുക, ഈ ഒരു ലേണിംഗ് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ
എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഒരു കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെ എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. മോട്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണുന്ന ഗുഡ് ന്യൂസ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ കാൻഡിഡേറ്റ്സിന് പ്ലേസ്ഡ് ആവുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വലിയ പാക്കേജുകളുള്ള വലിയ പൊസിഷനുകളിലോട്ട് കരിയർ ഗ്രോത്ത് കിട്ടുന്നത്. ഇത് രണ്ടും നമ്മളുടെ ഗൈഡൻസോടുകൂടി തന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നു, അവർ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അവരത് അറ്റൻഡ് ചെയ്യുന്നു, സക്സസ്ഫുൾ ആകുന്നത് നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് കൂടുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു കാര്യം പറയാൻ, നമ്മളുടെ ഒരു കാൻഡിഡേറ്റ്സ് ഫാമിലിയൊക്കെ ഒരു അത്ര റിച്ച് അല്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കാൻഡിഡേറ്റ്സ് MEP എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. നമ്മളിട്ട് എന്ത് ചെയ്യണം, മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് നമ്മളാണ് അഡ്വൈസ് കൊടുക്കുന്നത്. MEP എന്ന് പറയുന്ന ഫീൽഡ് നല്ലൊരു ഫീൽഡാണ്, കോഴ്സ് ചെയ്യണം, കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണെന്ന്. ഇപ്പോൾ MEPനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്ത ആളടുത്ത് നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നു, നമ്മളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു, കോഴ്സിന് ശേഷം കുറച്ച് നാളിവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്തതിന് ശേഷം UAE നമ്മളുടെ അഡ്വൈസ് തന്നെ കൊടുത്തിട്ട് UAE വിസിറ്റിംഗ് വിസയിൽ പോകുന്നു. ഫസ്റ്റ് വീക്കിൽ തന്നെ, വളരെ വലിയൊരു കാര്യമാണ്, ഫസ്റ്റ് വീക്കിൽ തന്നെ UAE വലിയൊരു കമ്പനിയിൽ പ്രൊജക്റ്റ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യാന്ന് പറയുന്നത്. അത് നല്ലൊരു പാക്കേജോട് കൂടിയിട്ട് അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇതാണ്ടല്ലോ, അത് വളരെ ഇമോഷണലി വളരെ ഇതാകുന്നൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സന്തോഷ് സാറിന് അപ്പം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പം ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ MEP ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വലിയ ഫീൽഡാണ്. അത് എൻട്രിക്കകത്ത് കോൺടാക്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും. ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ളത്, നിങ്ങൾക്ക് കൺസൾട്ടൻറ്റ് ഫീൽഡാണെന്നോ കോൺട്രാക്ടർ ഫീൽഡാണെന്നോ ഏത് ഫീൽഡാണെന്ന് നോക്കിയിട്ട് എയിം ചെയ്തിട്ട് ആ കോഴ്സ് നിങ്ങൾ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് അഡ്വാൻസായിട്ട് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ളത്. അതായത് ഏത് ഫീൽഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, കൺസൾട്ടൻ്റ് ആണോ അല്ലെങ്കിൽ കോൺട്രാക്ടിങ് ഫീൽഡാണോ അല്ലെങ്കിൽ സെയിൽസ് ഫീൽഡാണോ, ഏത് ഫീൽഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആദ്യം നമുക്കൊരു എയിം വേണം ഏത് ഫീൽഡിലാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അതനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള സക്സസ് ഉണ്ടാകും. സോ നമ്മളിപ്പം അപ്സ്കില്ലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ ഈ സെഷനിൽ വളരെയധികം പറയുണ്ടായി. സോ BTech കഴിഞ്ഞ് വരുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും ബേസിക്കലി അപ്സ്കില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കരിയർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഷുവറായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ അപ്സ്കില്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ ഇപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ MEPയിൽ ആസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BTech കഴിഞ്ഞ് അതേ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണം എന്ന ആസ്പിറേഷനുള്ള സ്റ്റുഡൻറ്റിന് നമുക്ക് രണ്ടുപേരും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? നമ്മൾക്കറിയാം, ബിൽഡിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരിക്കലും നിൽക്കാത്തൊരു ഇൻഡസ്ട്രിയാണ്. അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MEP ഫീൽഡിന് അല്ലെങ്കിൽ MEP ഇൻഡസ്ട്രിക്ക് എപ്പോഴും ഗ്രോത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MEP ഇൻഡസ്ട്രിയിലത്തെ സർവീസുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഒരു ബിൽഡിങ്ങിൻ്റെ എസെൻഷ്യൽ സർവീസാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്കൊരു ബിൽഡിങ്ങിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ്, ഒരു ഷോപ്പിംഗ് മാളിനെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് ഇല്ലാണ്ട് നമുക്കതിനെ ഷോപ്പിംഗ് മാളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പ്ലംബിംഗ്, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, ഒരു ടോയ്ലറ്റ്, ഒരു ബാത്റൂമിനെ നമുക്ക് വാട്ടർ ഇല്ലാതെ ഡ്രെയിനേജ് ഇല്ലാതെ ആണ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം MEP സർവീസസ് എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ എസെൻഷ്യൽ സർവീസസ് ആണ്. ഏറ്റവും കൂടുതൽ ടെക്നോളജി അപ്ഗ്രഡേഷനും അല്ലെങ്കിൽ ബിൽഡിംഗ് ഓട്ടോമേഷൻസും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ എസെൻഷ്യൽ സർവീസിനെ എത്രത്തോളം ബെറ്റർമെൻ്റ് ആക്കുക എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ തന്നെ MEP സർവീസസ് ആണ് എനർജി മാനേജ് ചെയ്യുന്നത്.
ഒരു ബിൽഡിങ് എനർജി എഫിഷ്യൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ MEP സർവീസുകളുടെ പ്രോപ്പറായിട്ടുള്ള ഡിസൈനിലൂടെ മാത്രമേ ആ ബിൽഡിങ്ങിനെ എനർജി എഫിഷ്യൻ്റ് ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ സ്കിൽഡ് ആയിട്ടുള്ളൊരു അതുകൊണ്ട് തന്നെ എപ്പോഴും അപ്ഗ്രേഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള MEP ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ കരിയർ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു കരിയർ ഗ്രോത്തോട് കൂടിയിട്ടുള്ള നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഒരു കരിയറിലോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് ഷൈമൻ സാർ പറഞ്ഞത് വിട്ട്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അത് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ ഈ ഫീൽഡിലോട്ട് നിങ്ങൾക്ക് ഈ ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, MEP ഫീൽഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് കൺസൾട്ടൻ്റ് ആണ്. ഇത് കാരണം ഒരു വാസ്റ്റ് ഫീൽഡാണ്. കൺസൾട്ടൻ്റ് ആണോ, കോൺട്രാക്റ്റിംഗ് ഫീൽഡാണോ, അല്ലെങ്കിൽ സെയിൽ ഫീൽഡാണോ, ഫെസിലിറ്റി മാൻ, ഏത് ഫീൽഡാണെന്ന് വെച്ചിട്ട് നിങ്ങൾ എയിം ചെയ്യുക. നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എയിം ചെയ്തിട്ട് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല, നിങ്ങൾക്ക് സക്സസ്സേ ഉണ്ടാകത്തുള്ളൂ. ഷുവർ. സോ MEP കോഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ MEP ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നമ്മളിവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്തു. സോ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു ഷൈമോൻ സർ, താങ്ക് യു സന്തോഷ് സർ, താങ്ക് യു ഓൾ.